കഴിഞ്ഞ 7 മാസമായിട്ട് ഞങ്ങൾ കാത്തിരിക്കണത് കേട്ടോ ഈ വിൻ്റർ ഒന്ന് മാറി സമ്മർ ആവാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ ഇതുവരെ കണ്ട കാഴ്ചയായിരിക്കില്ല കാനഡയിൽ സമ്മറിൽ. മഞ്ഞൊക്കെ പോയി എല്ലാം പോയി ഫുൾ വൈബ്, എല്ലായിടത്തും പരിപാടികളായിരിക്കും, മൊത്തം ഓൺ. ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ കാനഡയുടെ മാത്രം സ്വന്തം അഹങ്കാരമായ നയാഗ്ര വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാ. നമ്മൾ കാപ്പിയൊക്കെ കുടിച്ച് സെറ്റായി അത് കഴിഞ്ഞ് നടന്ന് ഇങ്ങനെ പോവാണ്. ഇതാണ് നമുക്ക് കാണുന്ന കാഴ്ച. ഈ കാഴ്ച USA-ലുള്ളവർക്ക് കാണാൻ പറ്റില്ല കേട്ടാ. അത് ഞാൻ അഹങ്കാരത്തോടു കൂടി പറയും, കാരണം നമുക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ അഹങ്കരിക്കണ്ടേ. അവസാനം ഞങ്ങൾ ബോട്ട് കയറാൻ പോവാ. നല്ല റെഡ് കവറുകളൊക്കെ ഇത്രയും സംഭവം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ നമ്മുടെ മേത്ത് മുഴുവൻ വെള്ളവും. അപ്പൊ അതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കവറുകൾ. കുറച്ചധികം സമയം ക്യൂവിൽ നിൽക്കാനുള്ളത് കൊണ്ട് നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ച് കുറച്ച് നേരം ഗോഷ്ടിയൊക്കെ കാണിച്ച് നമ്മൾ നേരം കളയണല്ലോ. അതൊക്കെ കഴിഞ്ഞ് നമ്മളെ കൊണ്ടുപോവാണ് മക്കളെ. അത് കാണാൻ വേണ്ടി അതിൻ്റെ നടുക്കിലേക്ക്, ഈ ഒഴുകി വരുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഒത്ത നടുക്ക് കൊണ്ട് നിർത്തുമ്പോൾ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആദ്യം എനിക്ക് വന്നത് ഭയങ്കര പേടിയായിരുന്നു, പിന്നെ എക്സൈറ്റ്മെന്റ് ആയി, പിന്നെ തണുത്ത് വിറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി. നിങ്ങൾ കാനഡ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയണു, ഈ ഒരു ഐറ്റം കാണാണ്ട് ദയവേത് കാനഡ വിടരുതിട്ട്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഇതിനേക്കാൾ ഭംഗിയുള്ള സ്ഥലം കാനഡയിൽ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിലവിൽ കണ്ടതിൽ എനിക്കൊന്നും അറിയില്ല. ഞാൻ കണ്ടതിൽ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഇതാട്ടാ. എൻ്റെ ദൈവമേ, സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഇങ്ങനെ ഇവിടെ വരാൻ പറ്റുമെന്നോ ഇത് കാണാൻ പറ്റുമെന്നോ ഒന്നും അറിയില്ലല്ലോ. എന്തായാലും സംഭവം നൈസാട്ടാ. കഴിഞ്ഞ വീഡിയോ നിർത്തിയോടത്തുനിന്ന് ഞാൻ തുടങ്ങുകയാണേ. ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ നയാഗ്ര വാട്ടർഫാൾസിൽ ആ ബോട്ട് യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറേ സുവനീറൊക്കെ വാങ്ങി ഇനി നമ്മൾ പോകാൻ പോകുന്നതാണ്. 1 ടണലും 2 ബിഹൈൻഡ് ദ ഫാൾസ്. എന്തൊരു സംഭവം എന്നല്ലേ. ഈ പോകുന്ന വഴി തന്നെ കുറച്ച് പേടിപ്പെടുത്തുന്ന വഴിയാണ്. ഇങ്ങനെ ഒരു ടണലിൽ നമ്മളിങ്ങനെ നടന്ന് അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ആ വെള്ളം ഇങ്ങനെ ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു കാഴ്ചയുണ്ട്. സത്യം പറഞ്ഞാൽ അന്തം വിട്ട കുന്തം ഒഴുകിയ പോലെ ഞങ്ങൾ ആദ്യം നിന്നിരുന്നത്. അത്രയും നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പേടിയാവും. അതിങ്ങനെ ഒഴുകി വരുമ്പോൾ നേരെ അതിൻ്റെ താഴെ ഇങ്ങനെ നിന്ന് ആ സമയത്ത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ പരിസരം മറന്ന് ആഘോഷിക്കാന്നൊക്കെ പറയില്ലേ, നമ്മൾ ഭയങ്കര ഹാപ്പിയാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നൊരു സംഭവം, ഈ വാട്ടർഫാൾസിൻ്റെ നേരെ ഉള്ളിൽ അല്ലെങ്കിൽ നടുക്ക് നമ്മളിങ്ങനെ നിൽക്കും. നമ്മുടെ മുകളിൽ അവരിങ്ങനെ കവർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് ആ വെള്ളച്ചാട്ടം ഇങ്ങനെ നമ്മുടെ മുകളിൽ കൂടെ വീഴണ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. അതും കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വ്യൂ പോയിൻ്റാണിത്. ഈ ജെല്ല് പോലെ ഇങ്ങനെ ഒഴുകണുണ്ട്, അതും വെള്ളമാണ്. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയാട്ടാ. നിങ്ങൾ പോവുകയാണെങ്കിൽ രാവിലെയും രാത്രിയും അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ട് വേണം വരാൻ. രാത്രി കാണേണ്ട കാഴ്ച തന്നെയാണ്. എസ്പെഷ്യലി ഈ സ്കൈവേയിൽ വലിയൊരു യന്ത്രൂഞ്ഞല, അതിനകത്ത് കയറി നമുക്ക് ആ നയാഗ്ര മുഴുവൻ കാണാം. ഈ വെള്ളച്ചാട്ടം രാത്രി പല കളറിൽ കാണാൻ പറ്റും. പച്ച, മഞ്ഞ, നീല, ചുവപ്പ്, അങ്ങനെ പല 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 കളറിൽ കാണാൻ പറ്റും. ഇതെല്ലാം കഴിയുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബർഗർ ഫാക്ടറി ഉണ്ട്. അവിടെ നിന്ന് യൂട്ടിലിറ്റി സ്റ്റേക്ക് കൊണ്ട് കഴിച്ച് തിരിച്ച് വീട്ടിൽ പോക്കോട്ടാ.